സമ്പന്നമായ ഒരു കുടുംബത്തിലായിരുന്നു ജോൺ ഫ്രാൻസിസ് റിജസ് ജനിച്ചത്. ബാല്യത്തിൽ തന്നെ തനിക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകിയ ഈശോ സഭയിലെ സന്യാസിമാരിൽ അദ്ദേഹം ആകൃഷ്ടനാവുകയും ആ സഭയിൽ ചേരുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. തന്റെ 18ാമത്തെ വയസ്സിൽ ജോൺ സെമിനാരിയിൽ ചേർന്നു. വിദ്യാഭ്യാസത്തിൻ്റെതായ വളരെ കഠിനമായ തിരക്കുകൾക്കിടയിലും ആരോഗ്യത്തെ ചൊല്ലിയുള്ള സെമിനാരിയിലെ സഹപാഠികളുടെ മുന്നറിയിപ്പിനെ വകവയ്ക്കാതെയും നിരവധി മണിക്കൂറുകൾ വിശുദ്ധൻ ദേവാലയത്തിൽ ചിലവഴിക്കുമായിരുന്നു. പുരോഹിതപ്പെട്ട സ്വീകരണത്തിന് ശേഷം ഫ്രാൻസിലെ വിവിധ നഗരങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം എന്ന ദൗത്യമാണ് വിശുദ്ധൻ സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വളരെ ലളിതമായിരുന്നു, പക്ഷേ അവയെല്ലാം വിശുദ്ധന്റെ ഉള്ളിലുള്ള ഭക്തിയെ വെളിപ്പെടുത്തുന്നവയായിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ എല്ലാ തരത്തിലുള്ള ജനങ്ങളെയും ആകർഷിച്ചു. ദരിദ്രരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധാലുവായിരുന്നു റജിസ്. പ്രഭാതവേളകളിൽ ഭൂരിഭാഗം സമയം കുമ്പസാരക്കൂട്ടിലായിരുന്നു വിശുദ്ധൻ ചിലവഴിച്ചിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം ജയിലുകളും ആശുപത്രികളും സന്ദർശിക്കുന്നതിനായി മാറ്റിവെച്ചു. വിശുദ്ധന്റെ ജീവിതത്തിലെ അവസാന 4 വർഷക്കാലം തടവറകളിലും പാവപ്പെട്ടവർക്കും രോഗികൾക്കുമിടയിലാണ് ചിലവഴിച്ചിരുന്നത്. 1640 വസന്തകാലത്ത് ജോൺ ഫ്രാൻസിസ് റിജസിന് തന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കി. ദൈവത്തെയും ദൈവത്തിന്റെ സ്നേഹത്തെയും കുറിച്ച് ജനങ്ങളോട് പ്രഘോഷിച്ചുകൊണ്ട് വിശുദ്ധൻ നിത്യസമ്മാനത്തിനായി വേണ്ടവിധം തയ്യാറെടുപ്പുകൾ നടത്തി. ഡിസംബർ 31 വിശുദ്ധൻ തന്റെ ആത്മാവിനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. 1737 ജോൺ ഫ്രാൻസിസ് റിജസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്.